രാഹുൽ മാങ്കൂട്ടം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരുമോ? അദ്ദേഹം ഇനി ജനപ്രതിനിധിയാകുമോ? ഭാവിയിൽ കേരളത്തിന്റെ മന്ത്രിസഭയിൽ വരെ അദ്ദേഹം എത്തുമോ? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. പീഡനക്കേസുകളുടെ പേരിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ട രാഹുലിന് ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. എന്താണ് ആ വാർത്ത? സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി എങ്ങനെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിന് വഴിയൊരുക്കുന്നത്? വിശദമായി പരിശോധിക്കാം. രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴായിരുന്നു പീഡനക്കേസുകളിൽപ്പെട്ട് രാഹുലിന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. അദ്ദേഹത്തിനെതിരെ ആകെ 3 പീഡനക്കേസുകളാണ് നിലവിലുള്ളത്. ഈ കേസുകളിൽ പ്രതിയായതുകൊണ്ട് മാത്രമാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം രാഹുലിന് നഷ്ടമായത്. ഈ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനായാൽ മാത്രമേ രാഹുലിന് ഇനി രാഷ്ട്രീയത്തിൽ സജീവമാകാൻ സാധിക്കൂവെന്ന് ഏവർക്കും അറിയാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആ പീഡനക്കേസുകൾ റദ്ദാകാൻ പോകുന്നു എന്ന ആവേശകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേവലം സംസ്ഥാന സർക്കാരോ പോലീസോ അല്ല ഈ കേസുകൾ ഒഴിവാക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. സുപ്രീം കോടതിയുടെ കൃത്യമായ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് വലിയൊരു ആശ്വാസം ലഭിക്കാൻ പോകുന്നത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കേസുകളിലും ഒരേ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതായിരുന്നു ആ കുറ്റാരോപണം. എന്നാൽ കേസുകളുണ്ടായ ആദ്യ നാൾ മുതൽ രാഹുൽ ഒരു കാര്യത്തിൽ ഉറച്ചുനിന്നിരുന്നു. ഈ ബന്ധങ്ങളെല്ലാം പരസ്പര സമ്മതത്തോടെയുള്ളതാണെന്നും താൻ രാജ്യത്തെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും ആദ്യത്തെ 2 കേസുകളിലും പരാതി നൽകിയത് വിവാഹിതരായ സ്ത്രീകളായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. പരാതിക്കാർക്ക് തിരിച്ചടിയാകുന്നതും രാഹുലിന് വലിയൊരു ആശ്വാസം നൽകുന്നതുമായ നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ഭയ്യാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന ഉത്തരവ് നൽകിയത്. വിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പേരിൽ പോലീസിലോ കോടതിയിലോ പരാതി നൽകാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ നിരീക്ഷിച്ചു. ഹിന്ദു വിവാഹ നിയമത്തിലെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. ഹിന്ദു വിവാഹ നിയമപ്രകാരം നിലവിൽ വിവാഹിതയായ ഒരാൾക്ക് മറ്റൊരു വിവാഹത്തിന് നിയമപരമായി സാധുതയില്ല. അതുകൊണ്ട് തന്നെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ യാതൊരു അടിസ്ഥാനവുമില്ല. വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊരു പരാതി നൽകാൻ പോലും അർഹതയില്ലെന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതിയുടെ പുതിയ വിധി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. നിലവിൽ അദ്ദേഹത്തിനെതിരെയുള്ള 3 പീഡനക്കേസുകളും നിയമപരമായി വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ഇവ എങ്ങനെയാണ് രാഹുലിന് അനുകൂലമാകുന്നത് എന്ന് പരിശോധിക്കാം. രാഹുലിനെതിരെയുള്ള ആദ്യ 2 കേസുകളിലെ പരാതിക്കാർ വിവാഹിതരായ സ്ത്രീകളായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യത്തെ പരാതിക്കാരി ഒരു മാധ്യമപ്രവർത്തകയും രണ്ടാമത്തെയാൾ ഒരു പ്രവാസി മലയാളിയുമാണ്. ഇവർ 2 പേരും തങ്ങൾ നിയമപരമായി വിവാഹിതരായിരുന്ന സമയത്താണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത്. ഇവിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം പ്രസക്തമാകുന്നത്. പ്രായപൂർത്തിയായ 2 വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽ കുറ്റമല്ല. വിവാഹിതരായ സ്ത്രീകൾ തന്നെ ഇത്തരമൊരു പരാതിയുമായി എത്തുമ്പോൾ നിയമപരമായി നിലനിൽപ്പില്ലാത്ത വിവാഹ വാഗ്ദാനം എന്ന വാദത്തിന് പ്രസക്തിയില്ലാതാകുന്നു. ചുരുക്കത്തിൽ നിയമപരമായ പിൻബലമില്ലാത്തതുകൊണ്ട് രാഹുലിനെതിരെയുള്ള ഈ 2 കേസുകളും റദ്ദാകാനാണ് സാധ്യത കൂടുതൽ. ഇത് രാഹുലിന്റെ രാഷ്ട്രീയ മടങ്ങിവരവിന് വലിയൊരു കുതിച്ചുചാട്ടം നൽകുമെന്നതിൽ തർക്കമില്ല. 3ാമത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം കുറച്ചുകൂടി വ്യക്തമാണ്. പരാതിക്കാരിയുടെ മൊഴി പോലും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം ഈ കേസിലുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ ഈ കേസിലെ കുറ്റപത്രം കോടതി ഇതിനകം തന്നെ മടക്കി അയച്ചിരിക്കുകയാണ്. സാങ്കേതികമായി നോക്കിയാൽ രാഹുലിനെതിരെ ഉണ്ടായിരുന്ന 3 പീഡനക്കേസുകളും ഇതോടെ ഇല്ലാതാവുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിക്കാർ ഉന്നയിച്ച വാദങ്ങളെ സുപ്രീം കോടതിയുടെ പുതിയ നിലപാട് അസാധുവാക്കിയിരിക്കുന്നു. ഈ കേസുകളിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവരുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചത് വെറുതെയല്ല. ഡൽഹിയിൽ നടന്ന മറ്റൊരു പീഡനക്കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നതിനിടയിലാണ് കോടതി ഇത്തരത്തിൽ ഒരു നിയമപരമായ നിരീക്ഷണം നടത്തിയത്. ആ കേസിൽ ഒരു അഭിഭാഷകയായ യുവതി താൻ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അഭിഭാഷകനുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്ന് കാണിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു.
ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രസ്തുത അഭിഭാഷകനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തുകയും കേസെടുക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ഭാഗത്തുള്ള ന്യായങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ആ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കേസിലാണ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ഭയ്യാൻ എന്നിവരടങ്ങിയ ബെഞ്ച് വളരെ വ്യക്തമായ ഒരു വിധി പ്രസ്താവിച്ചത്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പേരിൽ മറ്റൊരു പുരുഷനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതിന് കോടതി ചൂണ്ടിക്കാണിക്കുന്ന നിയമപരമായ കാരണം ഇതാണ്. നിയമപരമായി വിവാഹിതയായ ഒരു സ്ത്രീക്ക് ആ ബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരാളിൽ നിന്ന് വിവാഹ വാഗ്ദാനം സ്വീകരിക്കാൻ നിയമപരമായ അർഹതയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പീഡനം നടന്നു എന്ന് പരാതിപ്പെടുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. വെറും FIR റദ്ദാക്കുക മാത്രമല്ല, മറിച്ച് ഇത്തരം പരാതികൾ ഉന്നയിക്കാൻ തന്നെ അവകാശമില്ലെന്ന് കോടതി അടിവരയിട്ട് പറയുകയാണ് ചെയ്തത്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസുകൾക്ക് ഈ വിധി വലിയൊരു ആശ്വാസമാകുന്നത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ 2 പീഡന കേസുകളിലും പരാതി ഉന്നയിച്ച സ്ത്രീകൾ വിവാഹിതരായിരുന്നു. ഇതിൽ ആദ്യത്തെയാൾ ഒരു മാധ്യമ പ്രവർത്തകയാണെന്നും രണ്ടാമത്തെയാൾ വിദേശ മലയാളിയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവർ രണ്ടുപേരും തങ്ങൾ നിയമപരമായി വിവാഹിതരായിരുന്ന കാലയളവിലാണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത്. അതായത് ഡൽഹിയിലെ ആ അഭിഭാഷകയുടെ കേസിലെ സമാനമായ സാഹചര്യമാണ് രാഹുലിന്റെ ആദ്യ 2 കേസുകളിലുമുള്ളത്. സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ വിവാഹിതരായ സ്ത്രീകൾ ഉന്നയിക്കുന്ന വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന പരാതികൾക്ക് നിയമത്തിന്റെ മുൻപിൽ നിലനിൽപ്പില്ല. പരാതിക്കാരുടെ ഈ വാദങ്ങളെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് രാഹുലിനെതിരെയുള്ള ആ 2 കേസുകളും നിയമപരമായി തകർന്നു വീഴുകയാണ്. ഇതുവരെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണം കേസുകളുടെ വിചാരണ നീണ്ടുപോകും എന്നതായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ വിധി കയ്യിലുള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് കേരള ഹൈക്കോടതിയെ വളരെ എളുപ്പത്തിൽ സമീപിക്കാൻ സാധിക്കും. തനിക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയാൽ ഈ സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ അദ്ദേഹത്തിന് കേസിൽ നിന്ന് പെട്ടെന്ന് തന്നെ മോചനം നേടാൻ സാധിക്കും. ഇനി അനാവശ്യമായ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കോ വിചാരണകൾക്കോ വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. മറുനാടൻ മലയാളി അടക്കമുള്ള മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി വിധി രാഹുലിനെ 100% കുറ്റവിമുക്തനാക്കുമെന്ന കാര്യം ഉറപ്പിച്ചു പറയുന്നു. ചുരുക്കത്തിൽ നിയമപരമായ പിൻബലമില്ലാത്ത ഈ കേസുകളിൽ നിന്ന് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് വളരെ വേഗത്തിൽ മോചനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ വിധി മുൻനിർത്തി കേസുകൾ റദ്ദാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അനാവശ്യമായ വിചാരണകളും നീണ്ട നിയമ പോരാട്ടങ്ങളും ഒഴിവാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് വരികയാണ്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ ആവേശം പകരുന്ന വാർത്തയാണിത്. അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് ഇനി ഏറെ ദൂരെയല്ല. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.